നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സാക്ഷാൽ പരമശിവനുമായി ബന്ധപ്പെട്ട മഹാദേവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഏവരും ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ, അത് ഒരിക്കലും അവിചാരിതമായി സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. അത് സാധാരണ കാര്യമായി നിങ്ങൾ കരുതാൻ പാടുള്ളതല്ല. പല സമയങ്ങളിലും പലവിധ സൂചനകൾ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതാണ്. പലവിധ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കും. അത്തരമൊരു സൂചന തന്നെയാണ് ഇത്. ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഭഗവാന്റെ തീരുമാനങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. അതിനാൽ ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യമല്ല. ഇതെല്ലാം ദൈവികമായ ഒരു ഇടപെടലായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് കൃത്യമായ മറുപടി ഭഗവാനുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുക്കിയിരിക്കുന്നതായ കണ്ണുനീർ അത് ഭഗവാൻ കണ്ടില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അത് ഭഗവാൻ കേൾക്കുകയും കൃത്യമായ ഉത്തരമായി നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങൾക്ക് മാത്രമായി ചില കാര്യങ്ങൾ ഭഗവാൻ പരാമർശിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മുറിവുകളും ഭഗവാൻ, ഓരോ വിഷമതകളും ഭഗവാൻ കൃത്യമായി കാണുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായും ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ കഠിനാധ്വാനം അത് ഭഗവാൻ കാണാതിരുന്നിട്ടില്ല എന്ന കാര്യം ഓർക്കുക. കഠിനാധ്വാനം അത് ഭഗവാൻ കണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പലരും പല വിധത്തിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത്, പലരും പുഞ്ചിരിയുടെ ഒരു മുഖം അണിഞ്ഞുകൊണ്ട് നിങ്ങളെ വിഷമിപ്പിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ വേദന അത് ഭഗവാൻ കൃത്യമായി മനസ്സിലാക്കിയതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. പലപ്പോഴും ഭഗവാൻ പോലും നിങ്ങൾക്ക് കൃത്യമായ സന്ദേശങ്ങൾ നൽകിയിരുന്നു എങ്കിലും പല സമയങ്ങളിലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ്. എന്തോ ഒരു ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നത് വാസ്തവമാണ്. ഉറങ്ങാൻ പോലും നിങ്ങളെ സമ്മതിക്കാത്തതായ പല കാര്യങ്ങളും അത് ഭയമാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും മറ്റുള്ളവരോട് പോലും നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് വിശദീകരിക്കുവാൻ പോലും സാധിക്കാത്ത സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. മനസ്സിൽ എന്തെന്നില്ലാത്ത ഉത്കണ്ഠകൾ നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. അതിനാൽ പൂർണ്ണമായും അത് കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാകുന്നു. നിങ്ങളുടെ ജീവിതം തീർത്തും വ്യത്യസ്തം തന്നെയാണ്. ചില്ലുപാത്രം പോലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിൽ ഏറ്റിരിക്കുന്നതായ വിള്ളലുകൾ അത് ഭഗവാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പലപ്പോഴും പല വിധത്തിലും ഒറ്റപ്പെടലുകൾ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം പല വിധത്തിലും വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ കരയുന്നുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ പലരും അത് കാണുന്നില്ല എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആ വിഷമതകൾ പലരും മനസ്സിലാക്കാത്തതായ സാഹചര്യമുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങളിൽ മനസ്സ് കുടുങ്ങിക്കിടക്കുന്ന
ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ നിങ്ങൾ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നു എങ്കിലും അത് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് അവസാന നിമിഷം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ചുമലിൽ വളരെയധികം ഭാരമുണ്ട് എന്നത് വാസ്തവമാണ്. ഭാരം കൊണ്ട് പ്രയാസപ്പെടുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്നതായ ആ പ്രശ്നങ്ങൾ, ഉറക്കമില്ലാത്തതായ രാത്രികൾ, അതൊരിക്കലും നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല എന്നതാണ് വാസ്തവം. കാരണം മറ്റുള്ളവർ മൂലം നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ അർഹിക്കാത്ത രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഇതെല്ലാം ഭഗവാൻ അറിയുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിങ്ങൾ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്ന വ്യക്തികൾ തന്നെയാണ്. ഇപ്പോഴും അത് അനുഭവിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ടതായ സമയം ആഗതമായിരിക്കുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സത്യമല്ല എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും പലരും തടഞ്ഞു വച്ചിരിക്കുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ഊർജം, ആ പോസിറ്റീവായ ഒരു അന്തരീക്ഷം, ഇതെല്ലാം പലരാലും തടയപ്പെട്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും വിജയത്തിൽ എത്തേണ്ടത് തന്നെയാണ്. എന്നാൽ പലരും ആ വിജയങ്ങൾക്ക് തടസ്സങ്ങൾ നിൽക്കുന്നു എന്നതും വാസ്തവമാണ്. ഐശ്വര്യം, സമാധാനം, സന്തോഷം, ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലും ഇതൊന്നും സാധിക്കാത്ത അവസ്ഥ ജീവിതത്തിലുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളിലും പരാജയപ്പെടുന്നത് അത് അവർ മൂലമാണ് എങ്കിലും വിജയങ്ങൾ നിങ്ങൾക്ക് അകലെയല്ല എന്ന കാര്യം ഓർക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും വിജയങ്ങൾ നിങ്ങൾക്കടുത്തു തന്നെയുണ്ട് എന്നതാണ് വാസ്തവം. അത് പലരും മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ അസൂയ, അത് തീർച്ചയായും, അല്ലെങ്കിൽ നിങ്ങളോട് പലർക്കും തോന്നുന്നതായ അസൂയ, അത് നിങ്ങളുടെ ജീവിതത്തിലുള്ള നന്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മറ്റുള്ളവർ നൽകുന്ന സ്വീകാര്യതയോ, അത്തരത്തിൽ നിങ്ങളുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന പല കാര്യങ്ങളും പലർക്കും അസൂയ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വേദനകൾ പലരും മനസ്സിലാക്കാത്തതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ പോലും മറന്നു പോകുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട് സഹിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും അവർ ഒളിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളെ ഒരു ഇരുണ്ട മൂലയിലേക്ക് അവർ മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളും നിസ്സാരം തന്നെയാണ്. എന്നാൽ അതവർ മൂലം നിങ്ങൾക്ക് പ്രയാസമായി മാറുന്നു. ഭാഗ്യം നിങ്ങളെ തടയപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഒന്നും ഭഗവാനിൽ നിന്നും മറച്ചു പിടിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം അവർക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അവർ ചെയ്തിരിക്കുന്നത് അനീതി തന്നെയാണ്. ആ അനീതി അവർ മനസ്സിലാക്കുന്നതായ സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ നിശബ്ദമായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഒരിക്കലും നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അന്ധരായിരുന്നില്ല നിങ്ങൾ എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ എല്ലാം ഭഗവാൻ കണ്ടിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. അത് തീർച്ചയായും ഒരു കൊടുങ്കാറ്റായി മാറുന്ന സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്.
ഈ സമയം ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്ക് കാവലായി നിൽക്കുന്ന സാഹചര്യം എന്നതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യം, അതിനാൽ അവർക്ക് അല്ലെങ്കിൽ ദുഷ്ടശക്തികൾക്ക് നിങ്ങളിൽ ഒരിക്കലും തെറ്റായ രീതിയിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ കാണാൻ പോകുന്നത് ശത്രുക്കളുടെ പതനം തന്നെയാണ്. അതൊരു സമയമായിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ പെരുമാറ്റത്തിൽ തീർച്ചയായും ഒരു മാറ്റം പ്രകടമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. അവർക്ക് ഒന്നും നടക്കാത്തത് മൂലമുള്ള ദേഷ്യം, ഈർഷ്യ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവർ കെട്ടിപ്പൊക്കിയ ചതിയുടെ ആ കൊട്ടാരം നിങ്ങൾക്ക് മുൻപിൽ വീണുടയുന്നതായ സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാലതാമസമില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അവരുമായി ബന്ധപ്പെട്ട് ചില വിചിത്രമായ പെരുമാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അവരുടെ ജീവിതം തീർച്ചയായും പല കാര്യങ്ങൾ കൊണ്ടും ഭയം അവരെ ബാധിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നിങ്ങളെ തുടർന്നുള്ള ജീവിതത്തിന്റെ വിജയത്തിന്റെ ഒരു തുടക്കം തന്നെയാണ്. അവർ പലപ്പോഴും നിങ്ങൾക്ക് മുൻപിൽ വലകൾ വിരിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. പല സമയങ്ങളിലും നിങ്ങൾ അതിൽ കുടുങ്ങിപ്പോയതായ സാഹചര്യമുണ്ട് എങ്കിൽ ഇവിടെ തീർച്ചയായും ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുകയാണ്. ഈ സമയം ലളിതമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ദൈവികമായ ഇടപെടൽ അഥവാ ഭഗവാന്റെ ഇടപെടൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പുണ്യകർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. ഇത്രയും കാലം അല്ലെങ്കിൽ ഈ സമയങ്ങളിലെല്ലാം നിങ്ങൾ ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ച് പോന്നിരുന്നവരാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. പല കാര്യങ്ങളും നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ വിധി അത് തീർച്ചയായും ഭഗവാൻ കുറിച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിനാൽ തന്നെ ഈ സമയം അവിശ്വാസം നിങ്ങളെ ജീവിതത്തിൽ ബാധിക്കുവാൻ ഒരിക്കലും നിങ്ങൾ അനുവദിക്കാൻ പാടുള്ളതല്ല. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം പോലും ഉണ്ടാകാൻ പാടുള്ളതല്ല. ആ ദൈവികമായ ശക്തിയെ, ദൈവികമായ ഊർജത്തെ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളിലും നിങ്ങളെ പലരും തള്ളുവാൻ ശ്രമിച്ചാൽ പോലും നിങ്ങളുടെ വിശ്വാസം അത് തീർച്ചയായും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഏകാന്തതയോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും. ഈ സമയം നിങ്ങളുടെ എല്ലാ വേദനകളും വിഷമതകളും അല്ലെങ്കിൽ പ്രയാസങ്ങളും തീർച്ചയായും ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ, സന്തോഷവും ഐശ്വര്യങ്ങളും അത് നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യം, പല കാര്യങ്ങളിലും ഒരു പുതിയ അവസരം നിങ്ങൾക്ക് മുൻപിൽ ഉദിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പല പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാരം നിങ്ങൾ ഇറക്കി വയ്ക്കുവാൻ പോകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളെ ശിരസിൽ തലോടുന്നത് തന്നെ നിങ്ങൾക്ക്, അതായത് ഭഗവാൻ നിങ്ങളെ സ്പർശിക്കുന്നത് പോലും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ്. അചഞ്ചലമായ വിശ്വാസം ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ടാകും. ഈ സമയം പതറാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഭഗവാൻ നിങ്ങൾക്ക് താങ്ങായി നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും പ്രവൃത്തിയിലും ഉണ്ടാകും എന്നത് വാസ്തവമാണ്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്കൊപ്പം നിഴലായി നിലകൊള്ളുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്.
പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തടസ്സപ്പെട്ടിരുന്നു അല്ലെങ്കിൽ തടഞ്ഞു വച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങൾ തണുത്തിരുന്നിരുന്നതായ സാഹചര്യമുണ്ട്, അവിടേക്ക് ഒരു മാറ്റം കടന്നു വരികയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലത്തിന് സമയം അല്ലെങ്കിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് സമയം വളരെ ദീർഘമല്ല എന്ന കാര്യം ഓർക്കുക. അത് അടുത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ കണ്ണുകൾ തുടച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കരച്ചിലുകൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അതിന്റെ സമയം അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. തീർച്ചയായും ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മനോഹരമായ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പലരും നിങ്ങളുടെ നാശം പ്രതീക്ഷിക്കുന്നു എന്നതാണ് വാസ്തവം. അവർക്ക് അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾ നൽകാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. പല കാര്യങ്ങളിലും നിങ്ങൾ പരിഭ്രാന്തരാകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ആ പരിഭ്രാന്തി നിങ്ങൾ മാറ്റി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ പോലും അത് പ്രകടമാകാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചതി പലരുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം വിജയത്തിന്റെ ഒരു തെളിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവർ വിരിച്ച വരയിൽ നിങ്ങൾ കുടുങ്ങുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം ലളിതമായി തന്നെ കാര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകണം. അവസരങ്ങൾ അത് കൃത്യമായി വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയം തന്നെയാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക.